വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-27 അധ്യയന വർഷത്തേക്കുള്ള BEd കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട, അതായത് ഡിസ്റ്റൻസ് വിഭാഗം BEd കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താൻ. അപ്പോൾ നേരത്തെ BEd കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഡിസ്റ്റൻസായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഡിസ്റ്റൻസായിട്ട് പഠിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BEd കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ അതിൻ്റെ അപേക്ഷ വിളിക്കുകയും അതേപോലെ തന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ എൻട്രൻസ് പരീക്ഷ നേരത്തെ മാർച്ച് 16-ാം തീയതി കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും, ഡിസ്റ്റൻസ് വിഭാഗം BEd അതായത് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം. അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇഗ്നോയുടെ ഡിസ്റ്റൻസ് വിഭാഗം BEd കോഴ്സ് മാത്രമാണ് ഈ രീതിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് UGCയുടെ അംഗീകാരമുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകാരമുള്ള BEd കോഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും DLED അതായത് ടീച്ചിങ്, അത് പ്രൈമറി ലെവലിൽ അതൊരു നോർമലായിട്ടുള്ള ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് 2 വർഷത്തെ TTC പോലെ അല്ലെങ്കിൽ DLED പോലത്തെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ജസ്റ്റ് 1 ഇയർ ഗവൺമെൻറ് സർവീസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജസ്റ്റ് ബൈ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ടീച്ചിങ്ങിലോട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് ഈ ഡിസ്റ്റൻസ് വിഭാഗം ഇഗ്നോ BEd എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് സംശയമുള്ളത് കൊണ്ട് ജസ്റ്റ് ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഇനി അതേപോലെ അടുത്ത വർഷം BEd കോഴ്സിന് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇഗ്നോ ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ ഏകദേശമെല്ലാം കഴിഞ്ഞു. ഇനി അപേക്ഷ കൊടുത്ത് എൻട്രൻസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അടുത്ത സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ ഇഗ്നോയുടെ ഡിസ്റ്റൻസ് BEd പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടുത്ത വർഷം, അതായത് ഈ 2025 ഈ അക്കാഡമിക് ഇയർ തന്നെ, അതായത് ഡിസംബർ മാസം ലാസ്റ്റോടുകൂടെ ഇഗ്നോയുടെ BEdന് അപേക്ഷ വിളിക്കുകയും അതേപോലെ തന്നെ ജനുവരി മാസം ആപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതേ രീതിയിൽ തന്നെ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലാണ് ഇനി പരീക്ഷ വിളിക്കുക. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ അത് ഇനി വരുന്ന അക്കാഡമിക് ഇയർ, അതായത് 26-27 അക്കാഡമിക് ഇയറിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പല മേഖലയിൽ നിന്ന് വിദ്യാർത്ഥി ചോദിച്ചുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഇനി അത്തരത്തിൽ ഈ വർഷം ഇനി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് സ്വാഭാവികമായിട്ടും റെഗുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കേരളത്തിന് പുറത്തുള്ള, അതായത് രാജ്യത്തെ UGCയുടെ അംഗീകാരമുള്ള, ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകാരമുള്ള, കേരള PSCയുടെ അംഗീകാരമുള്ള റെഗുലർ ആയിട്ടുള്ള BEd പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് നമ്മുടെ കരിയർ വെയിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഓൾറെഡി നൽകി വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സംശയ നിവാരണങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് താഴെ കൊടുത്തതിൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾ BEd അഡ്മിഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സുകൾ, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് BEd അല്ലെങ്കിൽ റെഗുലർ BEd അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംശയങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായിട്ട് കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ തന്നെ ഈ കഴിഞ്ഞ, അതായത് മാർച്ച് 16 BEd പരീക്ഷയുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത ഉദ്യോഗാർത്ഥികൾ ഏകദേശം കണക്ക് പ്രകാരം 55,000-ന് മുകളിൽ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 16 നടന്ന BEd പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്ഥിതിക്ക് ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇനി നേരത്തെ ആൻസർ കീ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് 24/3/2025 ആൻസർ കീ ഇഗ്നോയുടെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുകയും അതിനനുസരിച്ച് അതോടനുബന്ധിച്ച് എന്തെങ്കിലും ആൻസർ കീയിൽ മിസ്റ്റേക്കുള്ള ആരെങ്കിലും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തിരുത്താനുള്ള സമയമൊക്കെ ഓൾറെഡി മാർച്ച് ലാസ്റ്റ് വരെ ടൈം കൊടുത്തിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ ഇഗ്നോയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വിദ്യാർത്ഥികൾ, ഏകദേശം 50,000 മുകളിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം കട്ട് ഓഫ് മാർക്ക് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് കാണുന്നത് ഒരു 60-70 ആ റേഞ്ചിലാണ് കട്ട് ഓഫ് മാർക്ക് ജനറൽ വിഭാഗത്തിൽ കാണുന്നത്. ഇനി OBC വിഭാഗക്കാർക്കാണെങ്കിൽ അതിനും താഴെ ഒരു 50-60 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു 60-70 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് വിദ്യാർത്ഥികൾക്ക് അതായത് ഏകദേശം ഈ വീക്കിൽ തന്നെ ഒരുപക്ഷെ BEd പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് വരാനാണ് ചാൻസ്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇഗ്നോ BEd.samar.edu.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷൻ, അതായത് ഹോൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതേ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ജസ്റ്റ് അതായത് ഇമെയിൽ ഐഡിയും പാസ്വേഡും ക്യാപ്ച അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ
റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ വീക്കിൽ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കൂടി നിങ്ങൾ പരമാവധി നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും അടുത്ത സ്റ്റെപ്പിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ പേഴ്സണൽ കൗൺസിലിംഗ്, അതായത് ഇൻ്റർവ്യൂവുമാണ് നിങ്ങളുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ പരിശോധിക്കാൻ ലേറ്റായി പോരുത്. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് പേഴ്സണലായിട്ടുള്ള കൗൺസിലിങ്ങിലെ ഷെഡ്യൂൾ നിങ്ങളുടെ ലോഗിൻ ഐ ഡിയിൽ തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനി അങ്ങോട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് നടത്തുക. അപ്പോൾ പ്രൊഫൈൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൗൺസിലിംഗ് ഷെഡ്യൂൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം നിങ്ങളുടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അന്നത്തെ ദിവസം നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ, ആ സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങൾ കൗൺസിലിങ്ങിന് പോകേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസുകളും, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻസുകൾ, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ്റിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നേരത്തെ അപേക്ഷയുടെ സമയത്ത് തന്നെ നിങ്ങളോട് സെറ്റാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ഡോക്യുമെൻസും കൃത്യമായിട്ട് എടുത്ത് വെക്കുക. അതേപോലെ TTC അല്ലെങ്കിൽ DLED പോലുള്ള ടീച്ചർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഒറിജിനൽ നിങ്ങൾ സെറ്റാക്കി വെക്കുക. അതിൻ്റെയൊക്കെ കോപ്പിയും നിങ്ങൾ എടുത്ത് വെക്കുക. അതേപോലെ ഈ പറയുന്ന കൗൺസിലിംഗ് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഇൻഫർമേഷൻ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയും. അത് പ്രകാരമുള്ള എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടാണ് നിങ്ങൾ കൗൺസിലിംഗിന് പോകേണ്ടത്. അതേപോലെ കൗൺസിലിംഗ് ദിവസം നിങ്ങളുടെ ഈ ഷെഡ്യൂളിൽ പറഞ്ഞ പ്രകാരമുള്ള അഡ്മിഷൻ ഫീസും നിങ്ങൾ കാണണം. ടോട്ടൽ നിങ്ങൾ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റ് 55,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഫീസ് വരുന്നത്. ഇതിൽ അഡ്മിഷൻ ഫീ മാത്രമേ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കൊടുക്കണം. സ്റ്റഡി സെൻറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്മിഷൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂളിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അത് പ്രകാരം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കൗൺസിലിംഗ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അതിന് ലഭിക്കുന്ന നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക്, അതായത് ഓരോ സ്റ്റഡി സെൻറ്ററിലും സീറ്റിനനുസരിച്ച് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ഡോക്യുമെൻറ്റ്സും അതേപോലെ തന്നെ, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഔട്ടാകുന്നവരുണ്ട്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർ, അതായത് ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ അല്ലെങ്കിൽ DLED ഇല്ലാത്തവർ, അത്തരത്തിൽ ഒരുപാട് പേര് അപേക്ഷ കൊടുത്തവരുണ്ട്. അത്തരത്തിൽ അപേക്ഷ കൊടുത്തവരൊക്കെ ഈ പറയുന്ന കൗൺസിലിംഗ് ഡേ അവർ ഔട്ടാവുകയും അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ളവർക്ക് അഡ്മിഷൻ പിന്നീട് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയർ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഡിസ്റ്റൻസ് അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റാക്കി വെക്കുക. അതേപോലെ ഈ വർഷം അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണ്, ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് നമുക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഇഗ്നോയിൽ മാത്രമാണ്. അതേപോലെ തന്നെ ഇനി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് അവസരമുണ്ട്. കേരള PSCയുടെ അംഗീകാരമുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലും കോളേജിലേക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ആയിട്ടുള്ള ആ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ബന്ധപ്പെട്ട എല്ലാ പേഴ്സണൽ കൗൺസിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇഗ്നോ ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും BEd ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളുടെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.